കർത്താവിന് മഹത്വം. നാം ഇന്നലെ ചിന്തിച്ചത് വിശ്വാസത്തിന്റെ പരീക്ഷ എന്ന വിഷയമാണ്. ഉൽപ്പത്തി 22 അധ്യായം സവിസ്തരം നാം പഠിച്ചപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി പരീക്ഷകളിൽ സ്ഫുടം ചെയ്ത് പുറത്തു വന്ന അബ്രഹാമിനെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി? എന്തായിരുന്നു വിശ്വാസത്തിന്റെ ഈ പരീക്ഷ, അല്ലെങ്കിൽ ഈ പരിശോധനകളിൽ എങ്ങനെ അബ്രഹാം വിജയിച്ചു? ഏറ്റവും കഠിനമായ ജീവിത സാഹചര്യങ്ങൾ കൂടിയാണ് അബ്രഹാം ഈ മോറിയയുടെ കയറ്റം കയറുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, വിശ്വാസത്തിന്റെ ഒരു ഫൈനൽ എക്സാം താൻ എഴുതി പാസ്സാകുന്നത് പോലെ, ഇതിനുശേഷം തനിക്കൊരു ഗ്രാജുവേഷൻ, തനിക്കൊരു ബഹുമതി എന്ന പോലെ എങ്ങനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി ഏകജാതനെ നൽകുവാൻ അബ്രഹാം തയ്യാറായി. പ്രിയമുള്ളവരെ, നാം കൊടുത്തതൊന്നും പിന്നെ നമ്മുടേതല്ല. നാം അർപ്പിക്കാത്തതൊന്നും ദൈവത്തിൻ്റെതുമാകുന്നില്ല. നാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്രകാരം ചെയ്യണം എന്നൊക്കെ നമ്മുടെ മാത്രം തീരുമാനമാണ്. അനനിയാസും സഫീറും കൊടുത്തു, പക്ഷെ എല്ലാം കൊടുത്തില്ല. അപ്പോഴും ആ സമ്പത്തും ആ ഭൗതിക നന്മകളെല്ലാം അവരുടേതാണ്. എല്ലാം കൊടുക്കുന്നത് പോലെ അവർ അവിടെ അഭിനയിച്ചു. അതായിരുന്നു പരിശുദ്ധാത്മാവുടെ വ്യാജം. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം വായിച്ച സമാപനത്തിലേക്ക് വരുമ്പോൾ, ഒരു സ്ത്രീ അവൾക്കുള്ളതൊക്കെയും അവിടെ ഉപജീവനമൊത്തം, അല്ലെങ്കിൽ അവിടെ ഇന്നത്തേക്ക് നാളത്തേക്കുള്ള അവിടെ ഭാവി മൊത്തവും വഴിപാടായി ശ്രീഭണ്ഡാരത്തിൽ അവൾ ഇട്ടു. ഇനി അവൾക്ക് നാളുകളിലേക്കായി ഒന്നുമില്ല. അവിടെ കരുതലുകളും നാളത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള എല്ലാവിധമായ ശേഖരങ്ങളും അവൾ മുഴുവനായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു. അതാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നത്, അവൾ തനിക്കുള്ളതെല്ലാം കൊടുത്തു. കർത്താവ് നോക്കുന്നത് നിങ്ങൾ എത്ര കൊടുത്തു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇനി എത്ര കൊടുക്കുവാനുണ്ടെന്നാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഈ സ്ത്രീ എല്ലാവരിലും അധികം ഇട്ടിരിക്കും. അധികം എൻ്റെ അർത്ഥം ഈ 2 വെള്ളിക്കാശ് മറ്റുള്ളവർ അവിടെ അന്ന് വഴിപാട് അർപ്പിച്ചതിനേക്കാൾ വലുതാണെന്നല്ല എൻ്റെ അർത്ഥം. മറ്റുള്ളവരെല്ലാം അവരുടെ സമൃദ്ധിയിൽ നിന്ന് ധാരാളം ഇട്ട് കാണും. അവിടെ വന്ന സമ്പന്നന്മാരും ഉന്നതന്മാരും പ്രഭുക്കന്മാരും പ്രമാണിമാരും ഒക്കെ ധാരാളം നൽകി കാണും. പക്ഷെ എല്ലാം നൽകിയില്ല. അവർ വിചാരിച്ചു അവരായിരിക്കും കൂടുതൽ കൊടുത്തത്. പക്ഷെ അവർ ഇപ്പോഴും കൊടുത്തു. നാളത്തെ യോഗത്തിന് അവർക്ക് ഇനി കൊടുക്കാനുണ്ട്. ഈ സഹോദരി ഇപ്പോൾ കൊടുത്തതല്ലാതെ ഇനി നാളുകളിൽ നമുക്ക് കൊടുക്കാനില്ല. അവിടെയാണ് കർത്താവ് നമ്മെ വിലമതിക്കുന്നത്. പ്രിയരെ, നമ്മെല്ലാവരും കർത്താവ് വേണ്ടി നൽകുന്നവരാണ്, പക്ഷെ എല്ലാം നൽകുന്നില്ല. അപ്പോഴും നമ്മുടെ ഒരു ഭാഗം നമ്മൾക്കുള്ളത്, നമ്മുടെ നാളേക്ക് വേണ്ടിയുള്ളത്, നമ്മുടെ കരുതലുകൾ, നമ്മുടെ ഡിപ്പോസിറ്റുകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അതിന്റെ എല്ലാ തലത്തിലും നാം ഒത്തിരി കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മുടെ ഇന്നത്തേക്കും നാളത്തേക്കും അത് കഴിഞ്ഞുള്ള ദിവസത്തേക്കും ഇനി വരുവാൻ പോകുന്ന കാലയളവിലേക്കൂടെ നാം ശേഖരിച്ചു വെച്ച്, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് നാം സൂക്ഷിച്ചു വെച്ച് അതിനുശേഷം ഒരു ഓഹരി മാത്രമേ നാം നൽകാറുള്ളൂ. പക്ഷേ അബ്രഹാം മുഴുവനായി നൽകി, 100% അർപ്പിച്ചു. ഈ സഹോദരി അവൾക്കുള്ളതെല്ലാം ദാനം ചെയ്തു. ഇതാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. പ്രിയമുള്ളവരെ, യാഗപീഠത്തിൽ വെക്കുന്നതൊന്നും പിന്നെ നമ്മുടേതല്ല, അതെല്ലാം ദൈവത്തിൻ്റെതാണ്. കർത്താവിനെ അർപ്പിക്കുന്നതൊക്കെ അവൻ അത് സുഗ്രാഹ്യമായി ദൈവനാമഹത്വത്തിന് വേണ്ടി പിന്നത്തേതിൽ പ്രയോജനപ്പെടുത്തും. യേശുവിന്റെ കരങ്ങളിലേക്ക് എത്തിയ 5 അപ്പവും 2 മീനും അത് ആ ബാലകൻ അവൻ ഭക്ഷിക്കാതെ, അവന് വിശപ്പടക്കാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ദിവസങ്ങളായിട്ട് അവന് അത് തിന്നു തീർക്കാമായിരുന്നു. പക്ഷെ അതിനുശേഷം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അത് നുറുക്കപ്പെട്ടപ്പോൾ എല്ലാവരും തിന്നു തൃപ്തരായി ബാക്കി വന്നു. ആ ബാലകൻ ആ അപ്പം നുറുക്കി കൊടുത്താൽ 1-2 പേരുടെ വിശപ്പ് മാറും. അവന്റെ വിശപ്പും കൂടെ ഉള്ള 1-2 പേരുടെ ചെറിയ കുട്ടികളുടെ വിശപ്പ് മാറ്റുവാൻ ആ 5 അപ്പം കൊണ്ട് ചിലപ്പോൾ കഴിയുമായിരിക്കും. പക്ഷേ ആ അപ്പം യേശുവിന്റെ കരങ്ങളിൽ എത്തിയപ്പോൾ എല്ലാവരുടെ വിശപ്പ് മാറി. അവർ എല്ലാവരും ആഹാരം ധാരാളമായി കഴിച്ചു, വിശപ്പടക്കി. അത് മാത്രമല്ല, തിന്ന് ശേഷിപ്പിച്ച് 12 കൊട്ട അധികം വന്നു. ഇതാണ് കർത്താവിന്റെ പദ്ധതി. പ്രിയരെ, നമ്മ ഈ ചിന്തകളെല്ലാം ഒന്നിച്ച് ചേർന്ന് പഠിക്കുകയാണ്. അബ്രഹാമിന്റെ മകനെ ഒരിക്കലും ദൈവത്തിന് വേണ്ട. പക്ഷേ അബ്രഹാമിന്റെ ഹൃദയത്തിൽ നിന്ന് ഈ മകനെ കൊടുക്കുവാനുള്ള അബ്രഹാമിന്റെ കർത്താവിനുള്ള സ്നേഹം, ഇപ്പോഴും താൻ കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്. തനിക്ക് വാഗ്ദത്തമായി ലഭിച്ച ഈ കുട്ടിയെ അല്ല സ്നേഹിക്കുന്നതെന്ന് താൻ തെളിയിച്ചു. യഥാർത്ഥത്തിൽ ഉൽപ്പത്തി 22 അധ്യായത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ. പക്ഷെ അബ്രഹാം ഈ പരീക്ഷയിൽ ദൈവഭാഗ്യെ തെളിയിച്ചു കാണിച്ചു, എന്റെ സ്നേഹം കർത്താവിനോട് മാത്രമാണ്, ദൈവത്തോട് മാത്രമാണ്. ഇസ്ഹാക്കിനേക്കാൾ കൂടുതൽ, ഈ വാഗ്ദത്തത്തെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ എന്റെ ഈ ഏകജാതനേക്കാൾ കൂടുതൽ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്തും അങ്ങേക്ക് തിരിച്ചു നൽകുവാൻ എനിക്ക് കഴിയും എന്നുള്ള ഉത്തമമായ ബോധ്യവും ദൈവത്തോടുള്ള വിശ്വാസം. അവിടെ യഥാർത്ഥത്തിൽ അബ്രഹാം ബഹുജാതികളുടെ പിതാവായി തീരുകയായിരുന്നു. അബ്രഹാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഒരു ഇസ്ഹാക്കിനെയാണ്. പക്ഷെ യാഗപീഠത്തിൽ നിന്ന് പുറത്തെടുത്തത് 1000 തലമുറയാണ്. എന്താണ് വ്യത്യാസം? യാഗപീഠത്തിലേക്ക് വന്ന് യാഗപീഠത്തിന് മീതെ കയറി കിടന്നത് ഒരു സന്തതിയാണ്, ഒരു ഏകനാണ്. പക്ഷേ യാഗപീഠത്തിൽ നിന്ന് അബ്രഹാം തിരിച്ചെടുത്തത് തലമുറകളെയാണ്. അവിടെ വെച്ചാണ് താൻ ബഹുജാതികളുടെ പിതാവാകും എന്നുള്ള വാഗ്ദത്തം ദൈവം ഉറപ്പിച്ചു കൊടുത്തു. ഇതുവരെ അബ്രഹാമിനെ അപ്പ എന്ന് വിളിക്കുവാൻ, പിതാവേ എന്ന് വിളിക്കുവാൻ ഒരു മകനേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ആ വാഗ്ദത്തം ദൈവം വലുതാക്കി. 100 കണക്കിന് ജാതികൾ, 1000 വംശങ്ങൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. അതെ, അതുപോലെ സംഭവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം എന്തും ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് അതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വ്യാപിപ്പിച്ച് അത് മഹത്വമാക്കി. 5 അപ്പവും 2 മീന്റെയും കാര്യത്തിൽ സംഭവിച്ചതാണ്. നുറുക്കുവാൻ
യേശുവിന് മാത്രമേ കഴിയൂ. അപ്പം വേണമെങ്കിൽ നമുക്ക് മുറിക്കാം. മുറിച്ചാൽ ആർക്കും തിന്നുവാനോ വിശപ്പടക്കുവാനോ നമ്മുടെ വയറ് നിറയുവാനോ ഒന്നും കഴിയത്തില്ല. പക്ഷെ യേശു ആ അപ്പം മുറിച്ചപ്പോൾ എല്ലാവരും തിന്നു, എല്ലാവരും തൃപ്തരായി, ബാക്കി ധാരാളം ശേഷിച്ചു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാട്ട് നിങ്ങൾ, നമ്മുടെ കർത്താവ് എപ്പോഴും നല്ലൊരു മാനുഫാക്ചറാണ്. നാം കേവലം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, വിതരണക്കാരാണ്. കർത്താവ് സൃഷ്ടിക്കുന്നു, നാം കൊണ്ടു കൊടുക്കുന്നു, വിതരണം ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇന്നും കർത്താവ് സൃഷ്ടിക്കുന്നു, ഉളവാക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതെ, ഒന്നുകൂടെ ഉറച്ച് കർത്താവിൽ വിശ്വസിക്കുവാൻ നമുക്കിടയാകട്ടെ. സ്ത്രീ ഭണ്ഡാരത്തിൽ വഴിപാടിട്ട ആ സഹോദരിയുടെ ആ പ്രവൃത്തി സുവിശേഷം എവിടെല്ലാം പ്രസംഗിക്കുമ്പോൾ അവിടെല്ലാം അത് പ്രഘോഷിക്കപ്പെടും. കാരണം ഇതുവരെ ആരും ഉപജീവനം, അവൾക്കുള്ളതെല്ലാം അവൾ കൊടുത്തു. അതാണ് ബൈബിൾ പറയുന്നത്, അവൾ ഉപജീവനമാണ് ഇട്ടത്. ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ട് അവളുടെ ആ പ്രവൃത്തി കർത്താവ് പ്രശംസിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനവാന്മാർക്ക് ധാരാളം ഇട്ടു, പക്ഷെ എല്ലാം ഇട്ടില്ല. ഇനിയും അടുത്ത ദിവസത്തെ യോഗങ്ങൾക്ക് ഇടുവാൻ അവരുടെ കയ്യിൽ പണം ബാക്കിയുണ്ട്. പക്ഷെ ഈ സ്ത്രീക്ക് ഇനിയും ബാക്കിയൊന്നുമില്ല. അങ്ങനെ അവൾ കൊടുത്തു. അനന്യാസും സഫീറയും കൊടുത്തു, പക്ഷെ എല്ലാം കൊടുത്തു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ സഭകളിൽ അനന്യാസും സഫീറയും ഉണ്ട്, പക്ഷെ പിടിക്കപ്പെടുന്നില്ല. പിടിക്കപ്പെടാത്തതിന് കാരണം ഇന്ന് സഭയ്ക്കൊരു പത്രോസിൽ പണത്തെ ജയിച്ച, സമ്പത്തിനെ ജയിച്ച, ഭൗതികത്തെ ജയിച്ച, വസ്തുവകളെ അതിന്റെ ലാഭങ്ങളെയും സ്ഥാപന ജംഗമ വസ്തുക്കളെയും ജയിച്ച ഒരു അപ്പോസ്തലൻ, അഭിഷേക് ഇന്ന് സഭയ്ക്കില്ലാതെ. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുവാൻ വന്ന ശബരിയിലെ ശീമോനോട് പറഞ്ഞത്, നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ആ അപ്പോസ്തലന്മാരൊക്കെ പണത്തെ ജയിച്ചവരായിരുന്നു. അല്ലാതെ പണം വാങ്ങി കീശയിലിട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുവാൻ അവരാരും തയ്യാറായി. നിങ്ങൾ ദൈവത്തോടെ സമീപിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ കൊടുക്കുന്നെങ്കിൽ, സന്തോഷമുള്ള ഹൃദയത്തോടെ, കർത്താവിനോട് പ്രവർത്തിക്കുന്നെങ്കിൽ പൂർണ്ണ സമർപ്പണത്തോടെ, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ നമുക്ക് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. അബ്രഹാം കൊടുത്തു, ദൈവം എടുത്തു. യാഗപീഠത്തിൽ വെക്കുന്നതൊക്കെ പിന്നെ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അവിടെയാണ് തന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് പലകാലം ഒരു വലിയ അനുഗ്രഹം നമ്മൾക്കും ഈ വചനം കേൾക്കുന്നവർക്കും നിശ്ചയമായിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. പൂർണ്ണമായി ഈ തിരുവചനങ്ങളെ വിശ്വസിക്കുവാൻ നാം തയ്യാറാകണം. ദൈവപ്രവൃത്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.